കാശ്മീരിലെ പഹൽഗാമിൽ ഇന്നലെ നടന്ന ഭീകരാക്രമണം ഇന്ത്യയെ സംബന്ധിച്ച് തീരാനഷ്ടം തന്നെയാണ്. നിരപരാധികളായ കുറേ മനുഷ്യരെയാണ് കൊന്നൊടുക്കിയത്. എന്നും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇന്ന് കാശ്മീരിൽ കാണുന്ന കാഴ്ച പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. കാശ്മീർ ജനത ഒന്നടങ്കം പാകിസ്ഥാനെതിരെയും ഭീകരതയ്ക്കെതിരെയും തിരിഞ്ഞിരിക്കുന്നു. പണ്ടെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം കാശ്മീർ ജനത ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന കാഴ്ച. തെരുവുകളിൽ ഉടനീളം പാകിസ്ഥാനെതിരെ മുദ്രാവാക്യങ്ങളുമായി അവർ ഇറങ്ങിയിരിക്കുന്നു. ജമ്മു കാശ്മീരിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് ശേഷം കാശ്മീരികൾ അതുവരെ അറിഞ്ഞിട്ടില്ലാത്ത സ്വാതന്ത്ര്യവും വികസനവും ജീവിതസുഖങ്ങളുമാണ് ഇന്നവർ അനുഭവിക്കുന്നത്. ഇന്നവർക്ക് എല്ലാമുണ്ട്: വിദ്യാഭ്യാസം, തൊഴിൽ, സുരക്ഷ, അടിസ്ഥാന സൗകര്യങ്ങൾ, അങ്ങനെയെല്ലാം. ജീവിത നിലവാരം തന്നെ പണ്ടൊരിക്കലും അവർ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത വിധം ഉയർന്നിരിക്കുന്നു. ഈ അനുഭവങ്ങൾ തന്നെയാണ് കാശ്മീരിലെ ജനങ്ങളെ ഇന്ത്യക്ക് അനുകൂലമായി ചിന്തിക്കാനും കൂടെ നിൽക്കാനും പ്രേരിപ്പിച്ചത്. ഇതുതന്നെയാണ് പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ അസ്വസ്ഥതയ്ക്ക് കാരണവും. നമ്മുടെ ജമ്മു കാശ്മീരിലെ ജനതയുടെ ഈ ഉന്നതി പാക് അധീന കാശ്മീരിലെയും ബാൾട്ടിസ്ഥാനിലെയും ബലോചിസ്ഥാനിലെയും ജനങ്ങൾ കാണുകയും ഇന്ത്യയാണ് ശരി എന്ന് മനസ്സിലാക്കുകയും ചെയ്തതോടെ അവരെല്ലാം പാകിസ്ഥാനെതിരെ തിരിഞ്ഞിരിക്കുന്നു. ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നത് പോലെയാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ ലയിക്കാൻ വരെ തയ്യാറാണ് POKയും ബലൂചിസ്ഥാനിലെയും ജനങ്ങൾ. ഇതിനൊരു അവസാനം കാണുക എന്നതാണ് പാകിസ്ഥാൻ്റെ ലക്ഷ്യം. കഴിഞ്ഞ ആഴ്ച പാകിസ്ഥാൻ്റെ ആർമി ജനറൽ അസീം മുനീർ ഇക്കാര്യം സൂചിപ്പിക്കുകയും ഹിന്ദുക്കളെയും ഇന്ത്യയും എങ്ങനെ നേരിടണമെന്ന് അറിയാമെന്ന് പറയുകയും ചെയ്തിരുന്നു. പിന്നീട് മുനീറിൻ്റെ ഈ പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും ഇന്ത്യ അതിന് തക്ക മറുപടിയും നൽകി. പഹൽഗാമിലെ ഈ ഭീകരാക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം പാകിസ്ഥാൻ ആസ്ഥാനമായ ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് ഏറ്റെടുക്കുകയും ഈ ആക്രമണത്തിന് പിന്നിൽ ലഷ്കർ-ഇ-തോയ്ബ ഭീകരൻ സെയ്ഫുള്ള ഖസൂരിയാണെന്ന് തെളിഞ്ഞതോടെ ഇതിന് പിന്നിലെ പാകിസ്ഥാൻ്റെ പങ്ക് വ്യക്തമായിരിക്കുകയാണ്. ഇതുകൂടി അറിഞ്ഞതോടെയാണ് കാശ്മീർ ജനത പാകിസ്ഥാന് നേരെ തിരിയുന്നത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി പാകിസ്ഥാൻ്റെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് കാശ്മീർ ജനങ്ങൾ തന്നെ മുന്നോട്ട് വന്നത് പാകിസ്ഥാനേറ്റ ആദ്യ അടിയാണ്. ഇനി അടുത്ത അടി നമ്മുടെ സൈന്യം നൽകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ കാശ്മീരിലെ ജനങ്ങളുടെ ഈ ഐക്യത്തിന് കൊടുക്കേണ്ടി വന്നത് നിരപരാധികളായ കുറേ പേരുടെ ജീവനാണ്. ഈ ആക്രമണത്തിനായി ഭീകരവാദികൾ തിരഞ്ഞെടുത്ത സമയമാണിതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്ത്യയുമായി ചർച്ചകൾ നടത്താൻ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ത്യയിലുണ്ട്. നമ്മുടെ മോദി സൗദി സന്ദർശനത്തിലുമായിരുന്നു. ഈ സമയത്ത് കാശ്മീരിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് കാശ്മീർ ഇപ്പോഴും അസ്ഥിരമാണെന്ന് ലോകത്തെ അറിയിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. പക്ഷേ അവരുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് ഇതിന് പിന്നാലെ സൗദിയും അമേരിക്കയും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നാലെ റഷ്യയും ഇസ്രായേലും ഓസ്ട്രേലിയയും എത്തി. ഏത് തരത്തിലുള്ള സഹായത്തിന് അവർ തയ്യാറാണെന്ന് ഇന്ത്യയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്തായി പാക് അധീന കാശ്മീർ തിരിച്ചു പിടിക്കുമെന്ന് പലകുറി പറഞ്ഞ ഇന്ത്യക്ക് ഇപ്പോൾ പാകിസ്ഥാനായിട്ട് തന്നെ ഒരു വഴിയിട്ട് തന്നിരിക്കുന്നു. ഇനി ഇന്ത്യ ആലോചിച്ച് ഉചിതമായ ഒരു തീരുമാനമെടുക്കുമെന്ന് വിശ്വസിക്കാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ.